അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച് ചെടികൾക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വളർന്നു വരാനിപ്പോൾ നല്ല ചൂടും ഇതൊക്കെ വേണം. അപ്പോൾ തണൽ പാടില്ല എന്നുള്ളതിലാണ് ഇവരൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ വലിയ കൊലമൊക്കെ ആയിട്ട് പൂത്തിട്ടുണ്ട് നിറയായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്, ഇതൊക്കെ താഴേക്ക് ഇറക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ നമുക്ക് ഇറക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ലോങ്ങന് ഗ്രാഫ്റ്റ് ചെയ്താണ് പെട്ടെന്ന് കായ്ക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു സ്ഥിരമായ സ്ഥലം ഇവർക്കൊക്കെ ഉറപ്പ് വരുത്തണമെന്ന്. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ടുള്ളൊരിടത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഒരു ഇതൊക്കെ വെയിലുള്ള സ്ഥലം മതി. അപ്പോൾ ഇവരിനി ഇപ്പോൾ ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചട്ടിയാണ്, പിന്നെ ഇനി ഡ്രമ്മിലേക്ക് മാറ്റണം. അപ്പോൾ അതൊക്കെ വലിയ പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ വലിയ മരമാവുന്നതാണ്. അപ്പോൾ മരമാവുന്നത് നമ്മളിപ്പോൾ ചട്ടിയിൽ ഒരുക്കിയിട്ട് അതിന് ശ്വാസം മുട്ടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ കൊടുന്ന് നട്ടു കൊടുത്ത്, അപ്പോൾ ഇത് നടുവാനുള്ള സ്ഥലത്ത് ചട്ടി കൊടുന്ന് വെച്ച് നമ്മളത് ചട്ടിക്കൊരു തട്ട് തൊട്ടി കൊടുത്താൽ അതിൽ നിന്ന് അടർന്ന് ഇങ്ങോട്ട് പോരും. നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. വാട്ടമില്ലാതെ പ്ലാന്റുകൾ വളരുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് വൈകുന്നേരം നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് വേരൊക്കെ പിടിക്കാൻ ടൈമായാൽ നമ്മൾ നല്ല രീതിയിലൊക്കെ വളർത്തും. ഇതുവരെ ചട്ടിയിലായിരുന്നു. അപ്പോൾ ഈ മണ്ണുമായിട്ടൊന്ന് യോജിക്കണം. എങ്ങനെയായാലും അടുത്ത വർഷം കായ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ. പക്ഷെ മുന്തിരിവള്ളിക്കൊരു വാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ള മാതിരിയല്ല. അത് പിന്നെ കൊണ്ടുവരുമ്പോഴുള്ള ക്ഷീണമൊക്കെ തന്നെയാണ്. ശരിയായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പൂക്കളൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചട്ടിയിൽ നിന്നിട്ട് കേടുവരണ്ട എന്ന രീതിയിൽ നമ്മൾ ഇതിനൊക്കെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മളെ അല്ലി നാരങ്ങുണ്ട്, ഉറുമാമ്പഴമുണ്ട്, പേരക്കുണ്ട്, നാടൻ പേര, പിന്നെ കാന്താരി നുള്ളാറായിട്ടുണ്ട്. എത്രയോ ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ ഇതൊരു അല്ലി നാരങ്ങ, പിന്നെ അവിടെ ബട്ടറുണ്ട്, പേരുണ്ട്, നല്ല ബട്ടറുണ്ട്, പേരുണ്ട്, കദളിവാഴുണ്ട്. പിന്നെ എവിടെയുണ്ട് കാന്താരികൾ, നിറയെ കാന്താരി ഉണ്ട്. പൊട്ടിച്ച് ഉപ്പിലിടണം. അപ്പോൾ ഫുൾ വീഡിയോകളൊക്കെ കുറച്ച് ദിവസമായി നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട്, കാരണം ചില അസ്വസ്ഥതകളൊക്കെ കൂടി ആയപ്പോൾ പിന്നെ അതിൽ ഇറങ്ങിയിട്ടില്ല. അത് മാറിയിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് സുരക്ഷിതമാക്കിയതാണ്. പിന്നെ ചട്ടിയിൽ തന്നെ വളർന്നു കഴിഞ്ഞാൽ വലിയ മരമാവുന്നതാണ്. അപ്പോൾ അത് ചട്ടിയിൽ വളർത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ബ്ലാക്ക് സപ്പോർട്ടാന്ന് പറയും, പിന്നെ ചോക്ലേറ്റ് ഫ്രൂട്ട് എന്ന് പറയും. പിന്നെ ഇത് ലോങ്ങിനാണ്, പെട്ടെന്ന് കായ്ക്കുന്നതാണ്. അടുത്ത വർഷം എങ്ങനെയാലും കായ്ക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പതിവ് പോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.